ഇന്ന് നമ്മൾ ജിഫി ബാഗിൽ കുറച്ച് ചെടികൾ നടാൻ പോവുകയാണ്. ഇതാണ് ജിഫി ബാഗ്സ്. കോക്കോപിറ്റ് നിറച്ചിട്ടുള്ള കുറച്ച് ബാഗ്സാണ് ജിഫി ബാഗ് എന്ന് പറയുന്നത്. പ്രൊപ്പഗേഷനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് ബാഗ്സാണിത്. ഒന്നുമില്ല, ഒരു ഡിഗ്രേഡബിളായിട്ടുള്ള ഒരു ക്ലോത്ത് ഒരു സെമി പെർമിയബിൾ ക്ലോത്തിനുള്ളിൽ കോക്കോപിറ്റ് നിറച്ച് വയ്ക്കുന്നതാണ് ഈ ജിഫി ബാഗ്. ഇത് പെല്ലറ്റ് ഷേപ്പിലാണ് വരിക. അതിനെ നമ്മൾ ഇതുപോലെ വെള്ളത്തിലോട്ട് ഇടണം. വെള്ളത്തിലോട്ട് ഇട്ട് വരുമ്പോൾ അതിങ്ങനെ വീർത്ത് വരും. വെള്ളം അബ്സോർബായിട്ട് നന്നായി വീർത്ത് വരും. അത് കഴിഞ്ഞിട്ടാണ് നമുക്കതിൽ ഇട്ട് വയ്ക്കാൻ പറ്റുള്ളൂ. നമുക്കിത് ഓരോ ബാഗ് ജിഫി ബാഗിൻ്റെ സെറ്റായിട്ട് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടൊക്കെ വാങ്ങിക്കാൻ പറ്റും. നഴ്സറികളിലൊക്കെ അവൈലബിൾ ആകും. അവരോട് ചോദിച്ചാൽ മതി, നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതിനിങ്ങനെ വെള്ളത്തിലിടണം. അപ്പോൾ കുറച്ചൊക്കെ പുറത്ത് കാണുന്നത് ആ കോക്കോപിറ്റാണ് കേട്ടോ. പുറത്ത് ഇങ്ങനെ ചാടിക്കിടക്കുന്ന വെള്ളത്തിലോട്ട് ഇട്ടപ്പോൾ ഒക്കെ തലതിരിഞ്ഞിട്ടൊക്കെ പോയി താഴെ വീണ് കിടക്കുന്നതാണ്. അപ്പോൾ കുറച്ച് ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ ഈ വെള്ളം നന്നായിട്ട് അബ്സോർബ് ആകും. അതിന് ശേഷം വേണം നമുക്ക് പ്ലാന്റ്സ് നട്ടു വയ്ക്കാം. അപ്പോൾ അതിന് മുന്നേ തന്നെ ഈ വെള്ളത്തിലിടുന്ന സമയം കൊണ്ട് നമുക്ക് നട്ട് വയ്ക്കേണ്ട പ്ലാന്റ്സ് കൂടി റെഡിയാക്കി വെക്കണം. റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഒരു 15 മിനിറ്റിന് ശേഷം ഇതുപോലെ അതിലോട്ട് നട്ടു വയ്ക്കാം. ഇപ്പം ഞാനൊരു 25 ബാഗാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ ഒരു 25 സാപ്ലിങ്സും എടുത്തിട്ടുണ്ട്. വേരിഗേറ്റഡ് ബാൾസത്തിൻ്റെയും അതുപോലെ തന്നെ കുറച്ച് ബിഗോണിയയുടെയും കട്ടിങ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് വെള്ളം അബ്സോർബ് ആവാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഹറിബറിയായി ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കുന്ന ആ തിരക്കിൽ ഒന്ന് പെട്ടെന്ന് എടുത്തു. അതുകൊണ്ട് തന്നെ നല്ല അബ്സോർബ് ആയിട്ടില്ല വെള്ളം. കുറച്ചും കൂടി അബ്സോർബ് ആവേണ്ടതായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലോട്ട് ഈ ചെടികളുടെ തണ്ടുകൾ ഇങ്ങനെ നട്ടു വയ്ക്കാം. ഇപ്പോൾ അധികം ബാൾസമാണ് ഉള്ളത്. എത്രണ്ണം എടുത്തു എന്ന് ഞാൻ നോക്കിയില്ല. മൊത്തം 25 ബാഗാണ് ഞാനിപ്പോൾ പ്രൊപ്പഗേഷന് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മൊത്തം നമുക്കിപ്പോൾ ബാൾസം നട്ടു വയ്ക്കാം. ബാക്കിയുള്ള ബാഗ്സിൽ നമുക്ക് ബിഗോണിയയും നട്ടു വയ്ക്കാം. ഈ ബാൾസത്തിൽ 3 കളറുണ്ട്, വൈറ്റ്, റെഡ്, പിന്നെ ഒരു പിങ്ക്. 3 കളറും മിക്സ് ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് നട്ടു വയ്ക്കാൻ വേണ്ടി, പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട്. ഈ ചെടികൾ മാത്രമല്ല, കട്ടിങ്സ് എന്ന് വരുന്ന ഒരുവിധം എല്ലാ ചെടികളും നമുക്ക് ജിഫി ബാഗുകളിൽ നട്ടു വയ്ക്കാം. പെപ്രോമിയാസ് നട്ടു വയ്ക്കാൻ പറ്റും, ബിഗോണിയാസ് നട്ടു വയ്ക്കാൻ പറ്റും, ഹവാത്തിയ നട്ടു വയ്ക്കാം. ഈവൻ സക്കുലൻസ് കൂടി നമുക്ക് ഇത്തരം ജിഫി ബാഗുകളിൽ നട്ട് വളർത്താവുന്നതാണ്. സ്ട്രിങ് ഓഫ് പേൾസൊക്കെ ഇങ്ങനെ നട്ട് വളർത്താം കേട്ടോ. എന്തായാലും വെള്ളം കുറച്ച് കുറവുള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിന് മേലോട്ട്. അപ്പോൾ നമ്മുടെ ബാൾസം ചെടികൾ നട്ടു. ഇനി ബിഗോണിയ, കുറച്ച് ഫ്ലവറിങ് ബിഗോണിയയുടെ കട്ടിങ്സും കൂടി ഞാൻ നട്ട് വെച്ചിട്ടുണ്ട്. മൊത്തം 25 എണ്ണേ ഉള്ളൂ കേട്ടോ. ഇവരെ ഒരു തണലത്ത് നമുക്കിങ്ങനെ വയ്ക്കാം. അവർ പതുക്കെ റൂട്ടാവും. ഒരു 10 to 14 ഡേയ്സിൻ്റെ ഉള്ളിൽ നന്നായി റൂട്ട് പിടിക്കും. അതിനുശേഷം നമുക്ക് അവരെ പോട്ടുകളിലോട്ട് മാറ്റാം. ഇത് ഓൾറെഡി വേര് പിടിപ്പിച്ച ബിഗോണിയ ചെടികളാണ്. നന്നായി വേര് പിടിച്ച ചെടികളാണ് ഇവരൊക്കെ. ഇതുപോലെ ഒരു 15 ദിവസം മുന്നേ ഞാൻ വേര് പിടിപ്പിച്ച പ്ലാന്റ്സ് ആയിരുന്നു അത്. ഇങ്ങനെ ഉണ്ടാവുക, നന്നായി വേര് പിടിക്കും, പെട്ടെന്ന് വേര് പിടിക്കും. ഇങ്ങനെ വേര് പിടിച്ച ചെടികളെ നമുക്ക് മണ്ണിലോട്ട് ജിഫി ബാഗ് മാറ്റണം എന്നില്ല, ബാഗ് മാറ്റാതെ തന്നെ മണ്ണിലോട്ട് ഇറക്കി വെക്കാം. നല്ലൊരു പോട്ടി മിക്സ് കൊടുത്തിട്ട് മണ്ണിലോട്ട് ഉള്ളിലോട്ട് ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ ആ ചെടികൾ നന്നായിട്ട് വരും. ഇതിപ്പോൾ മണ്ണിലോട്ട് ഇറക്കി വെച്ചൊരു പ്ലാന്റാണ്, ഞാൻ കാണിച്ചു തരാം. ഇതും ഒരു ബിഗോണിയൻ്റെ ഒരു വെറൈറ്റിയാണ്. മണ്ണിലോട്ട് ഇറക്കി വെച്ച് ആ ജിഫി ബാഗോട് കൂടിയാണ് ഞാൻ ഇറക്കി വെച്ചിട്ടുള്ളത്. കണ്ടോ, മണ്ണിലോട്ട് ഇറക്കി വെച്ചതാണ്. കാരണം അത്യാവശ്യം നല്ല പ്ലാന്റായി. പുറത്തോട്ടൊക്കെ വേര് വരാൻ തുടങ്ങിയ സമയത്ത് ഞാനൊരു വലിയ പോട്ട് എടുത്ത് അതിൽ കുറച്ച് മണ്ണ് നട്ട് അതിൻ്റെ സെൻറ്ററിലോട്ട് ഇത് ജിഫി ബാഗ് അങ്ങനെ ഇറക്കി വെച്ചു. അപ്പോൾ വേര് പിടിപ്പിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ജിഫി ബാഗുകളിൽ നടുക എന്നുള്ളത്. ഒരുപാട് പേർക്കൊക്കെ അറിയാമായിരിക്കും, എന്നാലും അറിയാത്തവർക്കായിട്ട് ഇത് നമ്മൾ ഷെയർ ചെയ്യണം, ഈ ഒരു ഇൻഫർമേഷൻ. ഇത് ഇങ്ങനെയുള്ള ഈ ചെടികളൊക്കെ നമുക്ക് ജിഫി ബാഗിൽ നടാവുന്നതാണ് കേട്ടോ. കട്ടിങ്സ് എടുക്കുന്ന ഏത് പ്ലാന്റ്സും നമുക്ക് ജിഫികളിൽ നട്ട് വയ്ക്കാവുന്ന, സീഡ്സ് കൂടി നമുക്ക് ജിഫി ബാഗുകളിൽ വയ്ക്കാം. ഇതൊരു പൊട്ടിപ്പൊളിഞ്ഞ ജിഫി ബാഗാണ്. കണ്ടോ, അതിൻ്റെ ഉള്ളിൽ കോക്കോപിറ്റാണ് ഉള്ളത്.
ഇത് ഞാൻ വെറുതെ എടുത്ത് വെച്ചാൽ കോക്കോപ്പീറ്റ് ഏതെങ്കിലും ചെടിക്ക് ഇട്ട് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരുവിധം എല്ലാ ചെടികളും നമുക്ക് ജിഫി ബാഗിൽ നട്ട് വളർത്തിയെടുക്കാവുന്നതാണ്. റോസും നമുക്ക് ജിഫി ബാഗിൽ നടാവുന്നതാണ്. വേര് പിടിച്ച ശേഷം നമുക്ക് നല്ലൊരു പോട്ടി